പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. ഈമാനിൻ്റെ കരുത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈമാനാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അർപ്പണബോധവുമാണ് ഈമാൻ. ഉള്ളിലുള്ള വ്യതകളെ തടയുവാനും പ്രയാസങ്ങളെ ചിരിച്ചുകൊണ്ട് മുന്നേറുവാനും സഹായിക്കുന്നത് ഈമാനിൻ്റെ കരുത്താണ്. ഈമാൻ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഏത് കൂരിരുട്ടിലും ഈമാനിൻ്റെ ദീപം കത്തിച്ചു വെച്ച ഹൃദയമുള്ളവർക്ക് വഴിതെറ്റുകയില്ല. അള്ളാഹു കൂടെയുണ്ട് എന്നറിയുമ്പോൾ ഏത് ദുർഘടമായ വഴികളും എളുപ്പമുള്ളതായിത്തീരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരന്തങ്ങളും വരിക സ്വാഭാവികമാണ്. എന്നാൽ ഈമാനുള്ളവർ ഒരിക്കലും അതൊരു ശാപമായി കാണുന്നില്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് അവർ അറിയുന്നു. ഇത് ഈമാനിൻ്റെ കരുത്താണ്. യഥാർത്ഥ ഈമാൻ ഉള്ളിടത്തേക്ക് സ്വാഭാവികമായി സൽപ്രവർത്തികൾ കടന്നു വരും. സത്യം പറയുക, വാക്കുപാലിക്കുക, കരുണ കാണിക്കുക, ദയ കാണിക്കുക, സമസൃഷ്ടി സ്നേഹം, ക്ഷമിക്കുക, നന്മയിലേക്ക് നടക്കുക എന്നിവയെല്ലാം അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഈമാനുള്ള ഹൃദയം ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. കാരണം അവർ അറിയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയമായും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്ന്. പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥ വിജയം കൈവരിച്ചത് ശക്തി കൊണ്ടല്ല, മറിച്ച് ഈമാനിൻ്റെ കരുത്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അലാ ഇന്ന ഔലിയാ അലില്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിശ്ചയമായും അള്ളാഹുവിൻ്റെ വലിയുകൾ, അവരുടെ മേൽ ഒരു ഭയവുമില്ല, അവർ വ്യസനിക്കുകയും ചെയ്യുകയില്ല. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനവും ഏറ്റവും താഴ്ന്നത് വഴിയിൽ നിന്നുള്ള ദോഷങ്ങൾ നീക്കുകയും ചെയ്യുക എന്നതാണ്. ഏറ്റവും ശക്തമായ ഈമാൻ ഉണ്ടാകുന്നത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും അള്ളാഹുവിന് വേണ്ടി തടയുകയും ചെയ്യുമ്പോഴാണ്. എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നാം ചെയ്യുമ്പോൾ നമുക്ക് ഈമാൻ ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹിൽ ബരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.